ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നതുകൊണ്ട് CPM ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വ്യക്തിപ്രഭാവം കൊണ്ട് മേൽക്കൈ നേടി വിജയിക്കുക എന്നത് മാത്രമാണോ പാർട്ടി മുന്നിൽ കാണുന്നത്? ഒരിക്കൽ പോലും തോൽവി അറിയില്ലെന്ന് കരുതിയ പാർട്ടിക്ക് ശക്തമായ അടിവേരുള്ള ആലത്തൂർ മണ്ഡലത്തിലാണ് കോഴിക്കോട് നിന്ന് വന്ന രമ്യ ഹരിദാസ് 1.5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ പാട്ടും പാടി ജയിച്ചത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും CPM തന്നെയാണ് ഭരിക്കുന്നത്. ഒരിടത്ത് ജനതാദൾ എസും. തദ്ദേശ സ്ഥാപനങ്ങളിലും CPM ആധിപത്യം. അതായത് ഇപ്പോഴും പാർട്ടിയുടെ ഉറച്ച മണ്ഡലമാണെന്ന് വ്യക്തം. രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം പറയുമ്പോഴും ഇത്തരത്തിലൊരു മണ്ഡലത്തിൽ മന്ത്രിസഭയിലെ പ്രധാനിയായ ഒരാളെ എന്തിനു മത്സരിപ്പിക്കണമെന്ന പൊതുചോദ്യം ഇപ്പോൾ ഇടതുപാളയങ്ങളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് താൻ മത്സരിക്കാനില്ലെന്ന് രാധാകൃഷ്ണൻ പറയുമ്പോഴും മത്സരിപ്പിച്ചേ അടങ്ങൂ എന്ന പാർട്ടിയുടെ വാശി മന്ത്രിസ്ഥാനം തെറിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ